ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. പറഞ്ഞു ഓണം അങ്ങ് അടുത്തെത്തിയല്ലേ. ഇത്തവണ ഓണത്തിന് എന്ത് പായസം ഉണ്ടാക്കുന്നേ? ഓണത്തിന് പായസം ഏതായാലും പാലട തന്നെയാണ് കേമൻ അല്ലേ. നമുക്കിന്ന് ടേസ്റ്റി ന്യൂബിൾസിന്റെ ഇൻസ്റ്റന്റ് പാലട മിക്സ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചാലോ? ടൈം. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പാലട ഉണ്ടാക്കാം. ടേസ്റ്റി ന്യൂബിൾസിന്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട മിക്സ് ആണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങൾ ഇത്തവണ ഓണത്തിന് ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ബാ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 3 കവർ പാല് ഉരുളിയിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 കവർ പാല് സെപ്പറേറ്റ് കാച്ചി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറുകുന്ന അനുസരിച്ച് ആ തിളപ്പിച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് 3 കവർ പൊട്ടിച്ചൊഴിക്കാം. അതൊന്ന് പതുക്കെ തിള വരുമ്പോൾ നമുക്ക് അതിലേക്ക് ടേസ്റ്റി ന്യൂബിൾസിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് പാല്. ഉരുളിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിൽ ട്രൈ ചെയ്യാം. അത് പാലട മിക്സാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാട്ടോ. ശരിക്കും അതിൽ എല്ലാം ഉണ്ട്. എന്താ പറയുക, പഞ്ചസാരയും അടയും എല്ലാം അതിൽ ഇൻസ്റ്റൻറ്റ് മിക്സ് ആണല്ലോ. അപ്പോൾ എല്ലാം ഇൻക്ലൂഡാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് മാർക്കറ്റ്സിൽ എന്താ പറയുക, ഡബിൾ ഹോർസിൻ്റെയും നിറപറയുടെയും അങ്ങനെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ന്യൂഡിൽസിൻ്റെ പാലട ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അടയുടെയൊക്കെ ഉണ്ടോ, ഇത് ഇത്രയും ചെറിയ അടയാണ്. പക്ഷേ അത് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും. വെന്ത് വരുമ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ. ഇപ്പം നമുക്ക് ആ പാലിലേക്ക് മിക്സായി വരുമ്പോൾ ആ കളർ ഷെയ്ഡ് ഇതാണ് വരുന്ന കളർ ഷെയ്ഡ്. പക്ഷേ ഇതൊന്ന് ഒരു 20 മിനിറ്റോളം നമ്മളിങ്ങനെ ചെറുതീയിൽ പതുക്കെ വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോഴേക്കും ആ കറക്റ്റ് ആ പാലടയുടെ ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു തിളയൊക്കെ വന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ സിമ്മിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കുറുകണ അനുസരിച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം കണ്ടോ കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അതൊന്ന് കട്ടിയാവും. അപ്പോൾ അതനുസരിച്ച് ലൂസാക്കിയിട്ട് വേണം പാലട നിർത്താനായിട്ട്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പീശൻ്റെ ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ട് പാലട ക്ലോസ് ചെയ്തു. കഴിഞ്ഞു കേട്ടോ, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ടേസ്റ്റി ന്യൂബിൾസിൻ്റെ പാലട വളരെ ടേസ്റ്റിയാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തവണ എന്തായാലും ടേസ്റ്റി ന്യൂബിൾസിൻ്റെ പാലട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.